മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ദേശീയ സംസ്ഥാന പാതകളിൽ അയ്യപ്പ ഭക്തരുടെ വാഹനത്തിരക്ക് ഏറി. എന്നാൽ പാതകളിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചെങ്കിലും ഇവ വ്യക്തതയില്ലാത്തതിനാൽ അന്യസംസ്ഥാനത്ത് നിന്ന് എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് വലിയ പ്രതിസന്ധിയാണ് അനുഭവപ്പെടുന്നത്. പ്രധാന ജംഗ്ഷനുകളിൽ അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ വഴിതെറ്റി വരുന്നതുമൂലം ഗതാഗതക്കുരുക്കും ഉണ്ടാകുന്നുണ്ട്. ശബരിമല തീർത്ഥാടകർ കടന്നുപോകുന്ന പ്രധാന പാതയായ കമ്പംമട്ട് പുളിയന്മല കട്ടപ്പന പാതയിലാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഇവിടെ ചില ഭാഗങ്ങളിൽ സൂചന മുന്നറിയിപ്പ് ബോർഡുകൾ ഉണ്ടെങ്കിലും ഇവയൊന്നും വ്യക്തമല്ല. ഇതുമൂലം തീർത്ഥാടകർ വഴിതെറ്റി ടൗണിലേക്കും മറ്റു പ്രധാന ഹൈവേകളിലേക്കും എത്തുന്നത് ഗതാഗതക്കുരുക്കിനും ഇടയാക്കുന്നു. പാറക്കടവ് ജ്യോതിസ് ജംഗ്ഷൻ ബൈപ്പാസ് റോഡും കട്ടപ്പന ടൗണിലേക്കുള്ള മെയിൻ റോഡും തമ്മിൽ ചേരുന്ന ഭാഗത്ത് അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങളും പൊതുവാഹനങ്ങളും തമ്മിൽ എപ്പോഴും അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രധാന കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാറക്കടവിൽ നിന്നും ജ്യോതിസ്പടി ബൈപ്പാസ് ജംഗ്ഷൻ വഴിയാണ് നമ്മുടെ അയ്യപ്പൻ വണ്ടികൾ തിരിച്ചുവിട്ടുകൊണ്ടിരുന്നത്. അവിടെ നല്ലൊരു സൈഡ് ബോർഡ് പോലും ഇല്ല. നേരത്തെ പോലീസുകാരുണ്ടായിരുന്നു, ഇപ്പൊ അതുമില്ല. അതുകൊണ്ട് വണ്ടികൾ ടൗൺ ഭാഗത്തേക്ക് കയറി പോകുന്നു. അത് കഴിഞ്ഞാണ് അവരറിയുന്നത് അതിലേ വഴിയില്ല പോകേണ്ടത്, ഇപ്പുറത്ത് വഴിക്കാണ് പോകേണ്ടത്, ബൈപ്പാസ് വഴിയാണ് പോകേണ്ടത് എന്നറിഞ്ഞുകൊണ്ട് പുളിയന്മല ഇറങ്ങി വരുന്ന വണ്ടികൾ ഒറ്റച്ചവിട്ടി ചവിട്ടുന്നു. മിക്കവാറും ദിവസങ്ങളിൽ പല വണ്ടികളിലും തട്ടലും മുട്ടലും ഉണ്ടാകുന്നു. അങ്ങനെ ട്രാഫിക് ജാം ഉണ്ടാകുന്നു. അതിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്ന് ഈ പ്രദേശവാസിയായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. പാതയിൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് തീർത്ഥാടകർക്ക് വിരിവയ്ക്കുന്നതിനുള്ള സൗകര്യങ്ങൾ പരിമിതമാണ്. ഇതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. കൂടാതെ പ്രധാന പാതയിൽ നിന്നും ബൈപ്പാസ് റോഡിലേക്ക് തിരിയുന്ന ഭാഗങ്ങളിൽ മുൻവർഷങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിച്ചിരുന്നു. എന്നാൽ ഇത്തവണ അതുമുണ്ടായില്ല. ഇതും തീർത്ഥാടകരുടെ വാഹനങ്ങൾ വഴിതെറ്റുന്നതിന് കാരണമാകുന്നുണ്ട്.